മുസ്ലിം ലീഗിന് പരോക്ഷ മറുപടിയുമായി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നും വാടക വീട്ടിൽ കഴിയാനാകില്ലെന്നും സ്വന്തം വീട് വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രഭാതം പത്രത്തെ ബഹിഷ്കരിച്ചവരെ നാളെ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ലീഗിനെ വിമർശിച്ചു. സുപ്രഭാതത്തിൻ്റെ ആവശ്യകത നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഒന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും ഒരു സ്വന്തം ഒരു വീടിന് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. എപ്പോഴും ഈ വാടക വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ വാടക ഇല്ലാതെ എവിടെയെങ്കിലും പോയി കിടക്കുക, ഇതൊന്നും സ്വാഭാവികമായിട്ട് ആരും ഇഷ്ടപ്പെടുന്നതാണ്. സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് സമസ്തയ്ക്ക് എന്നും വാടക വീട്ടിൽ കഴിയാനാകില്ലെന്നും ഇതിന്റെ ഭാഗമായാണ് പത്രം തുടങ്ങിയതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയത്. പത്രത്തിന്റെ വളർച്ചയിൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു മത്സരത്തോടു കൂടിയായിരിക്കും പ്രവർത്തിക്കും. പിന്നെ വളർന്ന് വലുതാവുന്ന പത്രങ്ങളോടൊക്കെ ഏതിനോടും എപ്പോഴും അസൂയകളൊക്കെ പലർക്കും ഉണ്ടാവും. സുപ്രഭാതത്തിനും അതാണ് സംഭവിച്ചത്. സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോഴും അതിനോട് ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അസൂയകളും പലതും ഉണ്ടായിന്ന് വരും. അപ്പോൾ അസൂയപ്പെടാനൊന്നുമില്ല, ഇതൊരു മത്സരമാണ്. ആ മത്സരത്തിൽ എല്ലാ പത്രങ്ങളെക്കാളും ചിലപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് സുപ്രഭാതം അതിനു വേണ്ട പ്രവൃത്തികളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കും. അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. പത്രത്തിന്റെ എഡിഷൻ ഉദ്ഘാടനം ചെയ്ത മന്ത്രി PA മുഹമ്മദ് റിയാസും ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗിനെ വിമർശിച്ചു. വിട്ടുനിന്നവരെ ജനം ബഹിഷ്കരിക്കുമെന്ന റിയാസിന്റെ വാക്കുകൾ കൈയടികളോടെ പ്രവർത്തകർ സ്വീകരിച്ചു. ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല. എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക. അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പോസ്റ്റർ പുറത്തിറക്കിയിരുന്നുവെങ്കിലും നേതൃയോഗത്തിന്റെ പേരു പറഞ്ഞ് നേതാക്കൾ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. UAE KMCC നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തില്ല. മാതൃഭൂമി ന്യൂസ്, ദുബായ്.